ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഫാസിസ്റ്റ് കാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. നമുക്ക് ഫാസിസത്തിൻ്റെ ചരിത്രം, പ്രത്യേകിച്ച് ജർമ്മൻ ഫാസിസത്തിൻ്റെ ചരിത്രം അറിയാവുന്നതാണ്. നാം എല്ലാം ആ ചരിത്രം വ്യക്തവും ശക്തവുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല കാലയളവുകളിലായി രാഷ്ട്രീയപരമായി പഠിച്ചിട്ടുണ്ട്, അക്കാദമികപരമായി പഠിച്ചിട്ടുണ്ട്. അപ്പം ജർമ്മൻ ഫാസിസം അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ അടിയറവ് പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പടയ്ക്ക് മുന്നിലാണെന്ന് നമുക്കറിയാം. ചെമ്പടയുടെ ആക്രമണത്തിൻ്റെ ഘട്ടത്തിൽ വോൾഫ് ലെയറിലെ തൻ്റെ ഒളിസങ്കേതത്തിൽ ഹിറ്റ്ലർ, അതേപോലെ തന്നെ ഗീബൽസ് എല്ലാം ആത്മഹത്യ ചെയ്ത ചരിത്രം നമുക്കറിയാം. ഇപ്പോൾ ഫാസിസത്തിനെതിരെ ചരിത്രപരമായി ചില ആയുധങ്ങൾ പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ശക്തമായ ആയുധം എന്നുള്ളത് കമ്മ്യൂണിസം തന്നെയാണ്, സോഷ്യലിസ്റ്റ് ചിന്ത തന്നെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്ത തന്നെയാണ്. അതാണ് ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രത്യയശാസ്ത്ര ബാക്കപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം അത്തരം സമാനമായ ഒരു വംശീയ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകാലത്ത്, അല്ലെങ്കിൽ ഹൈന്ദവ ഫാസിസ്റ്റ് കാലത്ത്, അല്ലെങ്കിൽ ഫാസിസത്തിലേക്കുള്ള സഞ്ചാരകാലത്ത് നമുക്ക് ഇന്ത്യക്കാർക്ക്, വിശേഷിച്ച് മലയാളിക്ക്, അതിനെ മറികടക്കാൻ നമ്മുടെ കൈകളിൽ എന്ത് ആയുധമാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മനനം ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് നമ്മുടെ കൈകളിലുള്ള പല ആയുധങ്ങളും നിഷ്പ്രഭമായി പോയ ചരിത്രമാണ്. കഴിഞ്ഞ ദശകങ്ങളിൽ ആ നിഷ്പ്രഭമായി പോയ അവസ്ഥയെ നാം നേരിട്ടതാണ്. ഇപ്പം ജനാധിപത്യം എന്നുള്ളത്, അതിൻ്റെ വലതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആഖ്യാനങ്ങളെല്ലാം തന്നെ, വലതുപക്ഷ ജനാധിപത്യ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെല്ലാം തന്നെ ഫാസിസ്റ്റ് പ്രവണതയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ പ്രശ്നം ഈ വലതുപക്ഷ ഭരണകൂടങ്ങൾക്ക്, അല്ലെങ്കിൽ വംശീയേതര വലതുപക്ഷ ഭരണകൂടങ്ങൾക്ക് ഫാസിസത്തിനെതിരെ എതിർക്കാൻ കൃത്യമായ പ്രത്യയശാസ്ത്ര ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ കേരളത്തിൽ നാം ഇത്രയും കാലം എതിർത്ത് നിൽക്കുകയാണ്. നാം ഇത്രയും കാലം ഹിന്ദു ഫാസിസ്റ്റുകളോട്, ഏകാധിപത്യ പ്രവണതയുള്ള ഈ സമൂഹത്തോട് നമ്മൾ എതിർത്ത് നിൽക്കുകയുണ്ടായി. അതിന് നമുക്ക് കരുത്തായി നിന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഐഡിയോളജിയാണ്. അതിൻ്റെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് നാം കൃത്യമായി വിശകലനം ചെയ്യേണ്ടതാണ്. ആ സ്ട്രെങ്ത് ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മൾ ഇത്രയും കാലം അതിനോട് എതിർത്ത് നിന്നത് എന്നുള്ളത്. എന്നാൽ ദേശീയ തലത്തിൽ തന്നെ ഈ ഏകാധിപത്യ ഫാസിസ്റ്റ് ശക്തികൾക്ക് കിട്ടിയ മേൽക്കൈ, ഭരണതലത്തിലും മറ്റും കിട്ടിയ മേൽക്കൈ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മളെയും തള്ളിവിടുന്നുണ്ട്. കാരണം വലതുപക്ഷ അധികാരമോഹികളെല്ലാം തന്നെ ഈ ഫാസിസ്റ്റ് അംബർലയിലേക്ക് അതിവേഗം പ്രയാണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പോലും പ്രവർത്തിച്ചവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലും ജനപ്രതിനിധിയായവർ അധികാരത്തിന് വേണ്ടി വലതുപക്ഷ താവളങ്ങളിലേക്ക് പോവുകയും ഒടുവിൽ തീവ്ര വലതുപക്ഷ താവളമായ ഹൈന്ദവ അംബറിലേക്ക് കുടിയേറുന്ന അവസ്ഥ പോലും നമ്മൾ കേരളത്തിൽ കാണുകയാണ്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്ര കുടയിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് ഫാസിസത്തിൻ്റെ ഇന്ധനമായി മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. അപ്പോൾ ഒരു പ്രത്യയശാസ്ത്ര കുടയില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായ സംഘടനകളെല്ലാം തന്നെ വലതുപക്ഷത്തിനോട് ഓരം ചേർന്ന് സഞ്ചരിക്കുന്ന സംഘടനകളാണ്. അവർക്ക് ഈ തരത്തിലുള്ള യാതൊരു പ്രത്യയശാസ്ത്ര ബാക്കപ്പും ഇല്ല.
അവരും പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഇന്ധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫാസിസത്തിന് അറിയാം ഇത്തരം സംഘടനകളെ തങ്ങളുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരമുഖത്ത് മുസ്ലിം ലീഗ് അടക്കമുള്ള വലതു പാർട്ടികളെ ഐക്യപ്പെടുത്താൻ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആ കാര്യത്തിലുള്ള സാമർഥ്യവും ആ കാര്യത്തിലുള്ള അവരുടെ കരുത്തും എന്നുള്ളത്, അല്ലെങ്കിൽ നയതന്ത്രജ്ഞതയും എന്നുള്ളത്. ഇപ്പോൾ ഫാസിസത്തെ എതിർക്കാൻ നമുക്ക് കൃത്യമായ പ്രത്യയശാസ്ത്ര കുട ആവശ്യമുണ്ട്. ആ പ്രത്യയശാസ്ത്ര കുടയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം എന്നുള്ളത്, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നുള്ളത്. ഈ പ്രത്യയശാസ്ത്ര കുടയ്ക്ക് വീഴുന്ന ഓരോ തുളയും കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, അല്പം പോലും സംശയമില്ലാത്ത കാര്യമാണ്. മറുഭാഗത്ത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ വലതുപക്ഷത്തിന് ഓരം ചേർന്ന് സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഈ അപകടം. പ്രത്യയശാസ്ത്ര രാഹിത്യത്താൽ ഫാസിസത്തെ എതിർക്കാൻ കഴിയില്ല എന്നുള്ള അപകടം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ തിരിച്ചറിയാതെ പോവുകയാണ്. അവരുടെ ആ അറിവില്ലായ്മയെ ഉപയോഗിക്കുന്നത് കൃത്യമായി കേരളത്തിലേക്കും ശക്തമായി കടന്നു കയറാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകളാണ്. ഇതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ അധികാര സ്ഥാനത്തുനിന്ന് അധികാരഭ്രഷ്ടയാക്കാൻ ശ്രമിക്കുന്ന ശക്തികളിൽ ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ട്. അവരാണ് ശക്തമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഈ കാലത്തുള്ള ഭരണ പങ്കാളിത്തത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ ഹിന്ദുത്വം ശക്തി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ അല്പമെങ്കിലും ഇതിൻ്റെ അധികാര പ്രമാണികത്തെ മാറ്റി നിർത്താൻ, ഇതിൻ്റെ അധികാര വാഞ്ചയെ അല്ലെങ്കിൽ അധികാര നിർവഹണത്തെ, സ്വേച്ഛാധികാര നിർവഹണത്തെ മാറ്റി നിർത്താൻ കേരളത്തിൽ ഏറ്റവും നല്ലത് ഒരു ഇടതുപക്ഷ ഭരണകൂടമാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും ദേശീയ തലത്തിൽ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ദുർബലമാകുന്ന ഒരു ഘട്ടം വരെ കേരളത്തിൽ ഇടതുപക്ഷ ഭരണകൂടമാണ് നല്ലത്. മറിച്ച് ഏതെങ്കിലും സ്വത്താപരമായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഭരണകൂടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഫാസിസ്റ്റുകൾക്ക് അവരുടെ പണികൾ എളുപ്പമാണ്. അപ്പം എല്ലാ മതങ്ങളോടും സമതാബോധം പുലർത്തുന്ന, എല്ലാ വംശീയതയോടും സമതാബോധം പുലർത്തുന്ന, എന്നാൽ ഇവരുടെയൊക്കെ താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടം തന്നെയാണ് കേരളത്തിൽ നല്ലത് കുറച്ചു കാലത്തേക്കെങ്കിലും. ദേശീയ തലത്തിൽ ഹിന്ദു ഫാസിസ്റ്റുകൾ ദുർബലമാകുന്നത് വരെ എങ്കിലും. ഇപ്പോൾ ഫാസിസ്റ്റ് കാലത്ത് നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി ഫാസിസ്റ്റുകളാണ് ഈ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിക്കുന്നത്. ജനാധിപത്യ വേദികളെ എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാമെന്ന് ഫാസിസ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞു. ആ കാലത്ത് നിങ്ങൾക്ക് കേവല ജനാധിപത്യ ആശയം എന്നുള്ളത് ഫാസിസത്തിനെതിരെ, അല്ലെങ്കിൽ ഒരു വലതുപക്ഷ ചേരിയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. പ്രത്യയശാസ്ത്രപരമായെങ്കിലും ഒരു ഇടതുബോധം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബോധം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ബോധം പങ്കുവെക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് ഐക്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാസിസ്റ്റ് പ്രതിരോധം ദുർബലമായി തീരും. നിങ്ങളോട് ഐക്യപ്പെട്ട തൊട്ടടുത്ത് തൊള്ളോട് ചേർന്ന മനുഷ്യൻ പോലും ഫാസിസ്റ്റുകളുടെ ഇന്ധനമായി മാറുന്നത് നിങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടി വരും. കേരളത്തിൽ അധികാരമോഹികളായിട്ട് കളം മാറി ചവിട്ടുന്ന ഒരുപാട് മനുഷ്യർക്ക് വലതുപക്ഷ UDF, അതായത് UDF ഒരുപാട് സീറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇവർ ഏത് സമയം അവിടുന്ന് അതിൻ്റെ അടുത്ത ഘട്ടം മറുകണ്ഠം ചാടുക എന്ന് പറഞ്ഞാൽ BJPയിലേക്കായിരിക്കും, സംശയമില്ല. PD സതീശൻ ഇടതുപക്ഷത്തു നിന്ന് ആൾക്കാരെ മറുകണ്ഠം ചാടിക്കാൻ ശ്രമിച്ചതിൻ്റെ 10 മടങ്ങ് മറുകണ്ഠം ചാടാൻ ഇനി സാധ്യത UDFൽ നിന്ന് BJPയിലേക്കായിരിക്കും. ഒരുപക്ഷെ അവർ MLA ആയതിനു ശേഷമായിരിക്കും. പ്രത്യേകിച്ച് ഈ സ്വതന്ത്രരൊക്കെ തന്നെ അവർക്ക് യാതൊരു നിയമങ്ങളും പ്രശ്നമല്ല, കൂറുമാറ്റ നിയമമൊന്നും ബാധകമല്ല.
അവർക്കെല്ലാം എളുപ്പത്തിൽ BJP പാളയത്തിലേക്ക് ചാടാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും BJP പരീക്ഷിച്ച് വിജയിച്ച മാതൃകയാണത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്ര കുടയില്ലാതെ ഫാസിസത്തിനെ എതിർക്കാൻ കഴിയില്ല. ഫാസിസത്തോട് പ്രതിരോധിച്ച് പോരാടി നിൽക്കാൻ കഴിയില്ല. അവിടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. തൽക്കാലത്തേക്കെങ്കിലും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണ തുടർച്ച എന്നുള്ളത്, അല്ലെങ്കിൽ പ്രസക്തി എന്നുള്ളത്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച പോയിന്റ്. നിങ്ങൾക്ക് എന്നോട് യോജിക്കാം, വിയോജിക്കാം. ആ യോജിപ്പും വിയോജിപ്പുകളും കമന്റുകളായിട്ട് ഇടാം. ഓക്കെ.